എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഗപ്പികളെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ടാങ്ക്, അതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഗപ്പികളെ വളർത്തുന്ന നമ്മുടെ ടാങ്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടാങ്കുകളിലാണ് നമ്മൾ വാട്ടർ പ്ലാന്റ്സും ഗപ്പികളെയൊക്കെ വളർത്തുന്നത്. ഈ ടാങ്കുകളുടെയൊക്കെ സൈഡിലായിട്ട് നമ്മൾ കുറച്ച് സ്പൈഡർ പ്ലാന്റിൻ്റെ തൈകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ടാണ് ഇവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചെറിയൊരു ടാങ്ക്. അപ്പോൾ നമുക്ക് ഓരോ ടാങ്കുകളായിട്ട് നോക്കാം. ഇതിൽ നമ്മൾ കുറച്ച് പ്ലാന്റ്സ് റൂട്ട് വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ടാങ്കിൽ മീനല്ല, പകരം ഇതിലുള്ളത് ഒരു ചെറിയ തവളയാണ്. അപ്പോൾ തവള എന്നൊക്കെ കാണുമ്പോൾ പലർക്കും തവളേനൊക്കെ വളർത്തുമെന്ന് തോന്നും. നമ്മൾ വളർത്തണതൊന്നുമല്ല, ഇത് ഈ ടാങ്കിൽ വന്ന് കിടക്കുന്നതാണ്. പിന്നെ എന്നും കണ്ട് എനിക്ക് ആദ്യം തവളേനെ നല്ല ഇറിറ്റേഷൻ ആയിരുന്നു. പിന്നെ ഡെയിലി കണ്ട കാരണം ഇപ്പോൾ കുഴപ്പമില്ലാത്തൊരു അവസ്ഥയിലെത്തി. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ കുറേ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെച്ചതുകൊണ്ടായിരിക്കണം ഇങ്ങനത്തെ ജീവികളൊക്കെ വന്ന് ഈ ടാങ്കിൽ കയറി കിടക്കണത്. ഞാൻ എന്തായാലും അതിനെ അവിടെ നിന്ന് ഒഴിവാക്കാനൊന്നും പോകുന്നില്ല, അതവിടെ കിടന്നോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ മറ്റ് ടാങ്കുകളിലേക്കൊക്കെ വന്ന് അതിലത്തെ മീനുകൾ തിന്നുമെന്ന് ചെറിയ ടെൻഷനുള്ള കാരണം ഞാൻ ഇപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ വല ഇടാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന കാരണമാണ് ഇതിൻ്റെ മുകളിലത്തെ വലയൊക്കെ മാറ്റിയത്. അതുപോലെ ഈ ഒരു ടാങ്കിലുള്ളത് വാട്ടർ ക്യാബേജ് ആണ്. ഈ വാട്ടർ ക്യാബേജ് നമ്മൾ അധികം ആവാണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും. നമ്മളിവിടെ ഒരു തെർമോക്കോളിൻ്റെ ചെറിയൊരു പീസ് വെച്ചിട്ട് 2 ടൈപ്പ് പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ഇതിലുള്ളത്. അപ്പോൾ അതൊന്ന് സെപ്പറേറ്റ് ചെയ്യാനാണ് ഇങ്ങനെ ഒരു തെർമോക്കോളിൻ്റെ പീസ് വെച്ചേക്കുന്നത്. അതുപോലെ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഏതൊക്കെ പ്ലാന്റ്സ് ആണ് പെട്ടെന്ന് ഗ്രോ ചെയ്യണത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആ പ്ലാന്റ്സ് അതിന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ മീനെ വളർത്തുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സൈഡിൽ, അതായത് ജലത്തിൻ്റെ ഉപരിതലത്തിൽ നമ്മൾ കുറച്ച് വാക്കൻ്റ് ആക്കി വെക്കുക. എന്നാൽ മാത്രമാണ് ഓക്സിജൻ നല്ല പോലെ അതിലേക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ ഈ ഒരു ടാങ്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മീതെ കംപ്ലീറ്റ് ഈ ചെടികൾ വന്ന് നിറഞ്ഞതായിട്ട് കാണാം. ഇതിൽ നമ്മൾ അധികം മീനുകളെയൊന്നും വളർത്തുന്നില്ല. ഇതിൻ്റെ അടിയിൽ കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ഉണ്ട്, അതുപോലെ ചെറിയ സ്നെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മീനുകളെന്ന് പറഞ്ഞാൽ ലോക്കൽ ഗപ്പീനെ നമ്മൾ കുറച്ചെണ്ണത്തിന് ഇട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ കൊതു വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ടാങ്കിൻ്റെ അടിവശത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ഹൈഡ്രല്ല പ്ലാന്റ്സ് ഉണ്ട്, അതുപോലെ കുറച്ച് സ്നെയിൽസിനെയൊക്കെ നിങ്ങൾക്ക് കാണാം. ആപ്പിൾ സ്നെയിൽസ് എന്നാണ് ഇതിനെ പറയുക. ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാൻ, താല്പര്യമുള്ളവർക്കൊന്ന് കയറി നോക്കാം. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് വാട്ടർ ഗ്രാസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ലീഫ് കംപ്ലീറ്റ് ഇതുപോലത്തെ ചെറിയ സ്നെയിലുകൾ തിന്ന് തീർത്തേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഡാമേജ് ആവുന്ന പോർഷൻസ് ആണ് അവർ പെട്ടെന്ന് തിന്ന് തുടങ്ങുക, അതായത് ചീഞ്ഞു പോണ ഭാഗങ്ങൾ. അപ്പോൾ ഈ സ്നെയിലുകളെ നമ്മൾ ഒഴിവാക്കാനും പറ്റില്ല, കാരണം ഇതിനൊക്കെ ഒഴിവാക്കി കഴിഞ്ഞു വെച്ചെങ്കിൽ ഈ വെള്ളം പെട്ടെന്ന് ഗ്രീൻ ആൽഗെ വന്ന് നിറയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ ഒഴിവാക്കണില്ല. അതുപോലെ ഈ സ്നെയിൽസിൻ്റെ മദർ സ്നെയിൽ ഈ ഒരു ടാങ്കിലാണ് ഇട്ടേക്കണത്. അപ്പോൾ ഇതൊരു വിധം ഇതിൻ്റെ കാലാവധി കഴിയാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ മാറ്റി ഇട്ടേക്കണതാണ്. നമ്മുടെ തവള എപ്പോഴും ആ ഒരു പോർഷനിൽ തന്നെയായിട്ട് ഇരിക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഇത് നമ്മളെ കാണുമ്പോൾ തന്നെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകും. ഇപ്പോൾ പക്ഷെ അങ്ങനെ പോകുന്നില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മസാജ് ചെയ്ത് കൊടുക്കണ കാരണം ഇപ്പോൾ സുഖമായിട്ട് ആളവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഈ ഒരു ടാങ്കിലാണ് നമ്മൾ നമ്മുടെ മിക്സഡ് ഗപ്പികളെ വളർത്തുന്നത്. അപ്പോൾ നേരത്തെ കണ്ടത് തന്നെയാണ്, നമ്മൾ ഇതിന് തെർമോക്കോളിൻ്റെ ചെറിയ സെപ്പറേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം കാണാൻ പറ്റും, നമ്മളുടെ കയ്യുമ്പോൾ കുറച്ച് വേറെ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, ചെറിയ ലീഫുള്ള പ്ലാന്റ്സ്. അപ്പോൾ അത് ഇതിൽ വന്ന് നിറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ടുള്ളതാണ് അങ്ങനത്തെ പ്ലാന്റ്സ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത, ഇത് പെട്ടെന്ന് സ്പ്രെഡാവും, ആ ടാങ്ക് കംപ്ലീറ്റ് നിറയും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെയൊക്കെ അറിയാണ്ട് ഈ ഒരു ടാങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച് നല്ല ക്ലിയർ ആക്കി വെച്ച ടാങ്കിൽ വരികയാണെങ്കിൽ അത് അപ്പം തന്നെ എടുത്ത് മാറ്റി കളയുക, അല്ലെങ്കിൽ ആ ടാങ്ക് മുഴുവൻ ആ ഒരു പ്ലാന്റ് വന്ന് നിറയും. അപ്പോൾ നമ്മുടെ മിക്സഡ് ഗപ്പികൾ ഏകദേശം നല്ല രീതിക്ക് തന്നെ ഗ്രോ ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഇവരുടെ ഒരു 2nd ജനറേഷനാണ് ഇപ്പോൾ ഇതിലുള്ളത്. അതുപോലെ അതിൻ്റെ മദർ ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്തതായിട്ട് ഇവിടെ നിങ്ങൾക്ക് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ കാണാൻ പറ്റും. ഇത് നമ്മുടെ വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ വയ്ക്കുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ വലയും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഡാമേജ് ആയിട്ടുള്ള വലയാണ്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ആ തവള കടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിലുള്ള ഗപ്പികളെ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും. നമ്മുടെ 8 കാലിയെ തിന്ന ഗപ്പികളിലത്തെ കുറച്ചെണ്ണത്തിനെയാണ് ഞാൻ ഇതിൽ കൊണ്ടുവന്ന് ഇട്ടേക്കണത്. 8 കാലിനെ തിന്ന ഗപ്പികളുടെ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതൊക്കെ ഒന്ന് പോയി കാണാം. അപ്പോൾ ഈ ഒരു ഗപ്പിയുടെ ടാങ്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാങ്കാണ്. ഇതിനെ കുഴുതാളി എന്നാണ് ഞങ്ങളുടെ അവിടെയൊക്കെ പറയുക. അപ്പോൾ ഇത് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ട് ബേക്ക് ചെയ്തെടുക്കുന്ന ഒരു ടെറാക്കോട്ട പോലത്തെ ഒരു പാത്രമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഡയറക്റ്റ് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അതിൻ്റെ അടിഭാഗത്ത് കൂടെ ഈർപ്പം പുറത്തേക്ക് വരണ പോലെയൊക്കെ വരും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു കോട്ട് സിമെൻറ്റൊക്കെ കൊടുത്ത് ഉണക്കിയെടുത്തപ്പോൾ അതിൽ ചെറിയ ക്രാക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കൂടി നല്ല പോലെ നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് കുറച്ച് സിമെൻറ്റ് ഇതുപോലെ നല്ല ലൂസായിട്ട് കലക്കിയിട്ട് അതിൻ്റെ മീതെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് നൈസായിട്ട് കറക്കിയെടുത്ത് കഴിഞ്ഞു വെച്ചെങ്കിൽ ആ ഒരു സിമെൻറ്റിൻ്റെ പോർഷൻ എല്ലാ ഭാഗത്തേക്കും എത്തും.
അപ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ളൊരു സർഫസും ഉണ്ടാവും, അതുപോലെ വിള്ളലും കാര്യങ്ങളൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു കുഴുതാളീനെ സെറ്റ് ചെയ്തെടുത്തത്. അതിനുശേഷം അതൊക്കെ നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ച് ക്ലീൻ ചെയ്ത് ഉണക്കിയെടുത്ത് രണ്ടാമത് വെള്ളം നിറച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മീനുകളെയൊക്കെ അതിൽ സെറ്റ് ചെയ്തേക്കണത്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഒരു ടാങ്ക് വരുന്നത്. ഇത് നമ്മളൊരു വാട്ടർ ഗാർഡൻ പോലെയാണ് സെറ്റ് ചെയ്തേക്കണത്. അപ്പോൾ ഈ ഒരു ടാങ്കിലുള്ള മീൻ ഏതാണെന്ന് വെച്ചാൽ സോട്ടയിലാണ്. അപ്പോൾ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ വെറൈറ്റി പ്ലാന്റ്സൊക്കെ കാണാൻ പറ്റും. ഇത് പാടത്തിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ കടഭാഗങ്ങളാണ് നമ്മൾ വെള്ളത്തിൽ വെച്ചേക്കുന്നത്, ബാക്കി ഗ്രോത്തും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു വാട്ടർ ഗാർഡൻ സെറ്റ് ചെയ്തെടുത്തേക്കണം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു സോട്ടയിലിനെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ നന്നായി ഗ്രോ ചെയ്ത കാരണം ഈ സോട്ടയിൽ ഫിഷുകൾ കംപ്ലീറ്റ് അതിൻ്റെ അടിയിൽ പോയി ഇരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമാണ് കാണാൻ പറ്റുള്ളൂ. ഇനി ഈ ടാങ്കിൽ നമ്മൾ വളർത്തുന്നത് യെല്ലോ ടാക്സിഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഗപ്പികളുടെ വർഗ്ഗത്തിൽ പെട്ടുന്ന ഒരു ഫിഷ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മെച്യൂർഡ് ആയിട്ടുള്ള ഫിഷുകൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ അടിവശത്തായിട്ടാണ് ഉണ്ടാവുക. അതിൻ്റെ ചെറിയ ബേബീസും കാര്യങ്ങളൊക്കെ ഈ വെള്ളത്തിൻ്റെ മുകളിലായിട്ട് സർഫസിലായിട്ട് തന്നെ ഉണ്ടാവും. നമ്മൾ ഇത്രയ്ക്കധികം പ്ലാന്റ്സ് ഇതിൽ ഇട്ട് കൊടുക്കാൻ കാരണം എങ്കിൽ മാത്രമാണ് ഇതിൻ്റെ ചെറിയ ബേബീസിനെ ആ പ്ലാന്റ്സിൻ്റെ ഇടയിൽ പോയി ഹൈഡ് ചെയ്തിരിക്കാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ കുറേ പ്ലാന്റ്സും അതുപോലെ സൈഡിൽ കുറേ സ്നെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ നമ്മുടെ ടാങ്കിൻ്റെ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ്റെനൻസ് നല്ല പോലെ കുറയും. ഏകദേശം ഒരു 8 മാസമൊക്കെ കൂടുമ്പോൾ ഈ ഒരു വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയാൽ മതിയാവും. അല്ലെങ്കിൽ നമ്മൾ ഇതിൽ വെള്ളം കുറയണതിനനുസരിച്ചിട്ട് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടാങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണ്. ഇത് മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ള മീനുകളുടെ വീഡിയോസ് ഇനിയും കാണണമെന്ന് താല്പര്യമുള്ള നമ്മുടെ കുറേ സുഹൃത്തുക്കൾക്ക് ആ ലിങ്കുകൾ വഴി കയറിപ്പോയാൽ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോകളും ഒന്നും കൂടി കണ്ടു നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ വളർത്തുന്ന കുറച്ച് ഗപ്പികളുടെ കാഴ്ചകളും അതുപോലെ നമ്മുടെ ടാങ്ക് സെറ്റപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫിഷ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇഷ്ടമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഫിഷിൻ്റെ കണ്ടന്റുകൾക്ക് മാത്രമായിട്ടുള്ളൊരു പ്ലേലിസ്റ്റ് കാണാൻ പറ്റും. അതിൽ സെർച്ച് ചെയ്താൽ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്ത ഫിഷ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി കണ്ടന്റ് ആയിട്ട് കാണുന്നവർക്ക് ഗുഡ് ബൈ. അതുപോലെ പലർക്കുള്ള സംശയമാണ് ഫിഷിന് എന്ത് ഫുഡ് കൊടുക്കണം, എന്ത് ഫുഡ് കൊടുത്താലാണ് ഫിഷ് നല്ല പോലെ വളരുക എന്നുള്ളതൊക്കെ. ഞാനിവിടെ സാധാരണ നമ്മൾ കടയിൽ നിന്ന് 10 രൂപയ്ക്കൊക്കെ വാങ്ങണ ആ ഒരു ചുവപ്പും പച്ചയും നിറമുള്ള മണിത്തീറ്റ തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ ഇടയ്ക്കൊക്കെ നമ്മൾ മുട്ടയുടെ മഞ്ഞക്കരു ചെറുതായി പൊടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കും. അത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓവറായിട്ട് അത് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഡാമേജ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം മീനുണ്ടോ അതിനനുസരിച്ച് മാത്രം കുറച്ച് അതൊക്കെ കൊടുക്കുക. അതുപോലെ വെറൈറ്റി പെല്ലറ്റൊക്കെ ഇടയ്ക്ക് വാങ്ങിയിട്ട് നമ്മളതുപോലെ പൊടിച്ചു കൊടുക്കും. പിന്നെ കൊതുവിൻ്റെ ലാർവകൾ അത് നമുക്ക് ചില സമയത്ത് നമ്മുടെ ഇവിടുത്തെ വെള്ളത്തിലൊക്കെ ഉണ്ടെങ്കിൽ അതും നമ്മൾ ഇടയ്ക്ക് ഇത് ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നമ്മൾ നമ്മുടെ മീനുകളെ കെയർ ചെയ്ത് കൊണ്ടുപോകുന്നത്. നമ്മളിതിനെ വിൽക്കാനോ അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടല്ല ഈ മീനുകളെ നമ്മൾ വളർത്തുന്നത്. ഇതിനെയൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും കാലമായിട്ട് ഈ മീനുകളെ വളർത്തി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.